ഇന്ന് എന്റെ വീട് പണി എവിടം വരെ എത്തി എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യം തന്നെ പറയാലോ, പഴയ വീടിന്റെ തൊട്ട് മുന്നിലാണ് പുതിയ വീട് വരുന്നത്. പഴയ വീട്ടിൽ നിന്ന് ഇറങ്ങി ചെന്നു എന്ന് പറഞ്ഞാൽ നേരെ കയറി പോകുന്നത് പുതിയ വീട്ടിലേക്കാണ്. പുതിയ വീടിന്റെ ആദ്യ നിലന്റെ മെയിൻ വാർപ്പിനുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വീടിന്റെ മുറ്റത്തൊക്കെ നിറയെ പണി സാധനങ്ങളാണ്. ഇനി പുതിയ വീട് കാണിച്ചു തരാം. അതിനു മുമ്പ് എല്ലാ വീട്ടിലും വെക്കുന്ന പോലെ മുൻഭാഗത്ത് ഇതുപോലെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. പുതിയ വീട്ടിലേക്ക് കയറിപ്പോയി എന്ന് പറഞ്ഞാൽ നേരെ ലിവിംഗ് റൂമിലേക്കാണ്. അത് കഴിഞ്ഞ് മറ്റു മുറികളിലെ ചുമര് കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. അച്ഛനും അമ്മയും അച്ഛമ്മയ്ക്കൊക്കെ താഴത്താണ് റൂമിന്റെ ഉള്ളിലും ബാത്റൂം, അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ടും ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ലിവിംഗ് റൂമിൽ നിന്ന് കുറച്ച് മാറി ഓപ്പൺ കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവാം. എല്ലാ റൂമിലും എയർ കിടക്കുന്ന ഹോൾ ഇതുപോലെയാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യ നിലന്റെ വാർപ്പ് ഈ ആഴ്ചന്റെ ഉള്ളിൽ ഉണ്ടാവും. വാർപ്പ് കഴിയാത്തതുകൊണ്ട് രണ്ടാം നില എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് അറിയില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. രണ്ടാം നിലയിൽ എന്റെ റൂം, അനിയത്തിന്റെ റൂം, ബാത്റൂമുകൾ, ഹാള്, ബാൽക്കണി, പിന്നെ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കേണ്ട ഒരു സ്പേസ് ആണ് ഉള്ളത്. ബാൽക്കണിയിൽ നിന്ന് സെൻസൈഡിക്ക് ഇതുപോലെ സ്റ്റെപ്പ് കൊടുത്ത് വലിയ സെൻസൈഡ് ആയതുകൊണ്ട് അവിടെ ഇരിക്കാനും അതുപോലെ പൂക്കൾ വെച്ച് പിടിപ്പിക്കാനുള്ള സെറ്റപ്പാണ് ചെയ്യാൻ പോണത്. രണ്ട് വീടിനും ഈ നീളത്തിൽ കാണുന്നതാണ് മുറ്റം. വീട്ടുമുറ്റത്ത് പഴയ ബുള്ളറ്റും പഴയ സ്കൂട്ടറും അച്ചമ്മയും ഇരിക്കുന്നുണ്ട് ഇപ്പോൾ. പിന്നെ രണ്ട് നിലയും കെട്ടാൻ ആവശ്യമായി ഇഷ്ടികയും മണലും മെറ്റലും എല്ലാം ഇപ്പൊ തന്നെ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇഷ്ടിക കൊണ്ട് കെട്ടുന്ന വീടിന് ഉറപ്പുണ്ടാവില്ല എന്ന് കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ പണ്ട് കാലത്തുള്ള ഒരുപാട് വീടുകൾ ഇഷ്ടിക കൊണ്ടാണ് പണിതിട്ടുണ്ടായിരുന്നത്. വീടിന് നല്ല ബലവും തണുപ്പും ഇഷ്ടികയ്ക്ക് തരാൻ കഴിയും. പിന്നെ എന്റെ ഒരു ഐഡിയ പ്രകാരം മുറ്റത്ത് സിറ്റൗട്ട് ഒഴിവാക്കി തിണ്ണ രീതിയിലാണ് മുൻവശത്ത് കെട്ടാൻ പോണത്. പിന്നെ രണ്ട് വീടിനും ഒരു മുറ്റം ആയതുകൊണ്ട് മുറ്റത്ത് ഒരു തുളസി തറയും ഒരു ഭാഗത്ത് വലിയ കിളിക്കൂട്, മൂഞ്ഞാലും എല്ലാം ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ട്. ഏറ്റവും വലിയ സന്തോഷം പഴയ വീട് നിലനിർത്തിയിട്ട് പുതിയ വീട് കെട്ടാൻ കഴിഞ്ഞതിലാണ്. പഴയ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പോരാത്തതിന് ഹോളോ ബ്രിക്സ് കട്ട കൊണ്ട് കെട്ടിയതായതുകൊണ്ട് നല്ല ഉറപ്പുണ്ട്. കൂടാതെ പഴയ രീതിയിലുള്ള ഒരുപാട് സെറ്റപ്പ് പുതിയ വീട്ടിലും ചെയ്യുന്നുണ്ട്. വീട്ടിൽ ബോർവിൽ അടിച്ചത് തൊട്ട് ഈ വീടിന്റെ ഇതുവരെയുള്ള എല്ലാ പണികളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എന്റെ അച്ഛനും അമ്മയും കൂലിപ്പണി എടുത്തിട്ടാണ് എന്നെ വളർത്തിയത്. അവരെ നല്ലൊരു വീട്ടിൽ ഇരുത്തണം എന്ന ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. എന്റെ ഈ വീട് പണി കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് അത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി വീട് അർഹിച്ച ഒരു കുടുംബത്തിന് വെച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം.